മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെക്കുറിച്ചുള്ള ഉപമയാണ് നാം കാണുന്നത്. ഒരു വീട്ടുടമസ്ഥൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ ആളുകളെ വിളിക്കുന്നു. രാവിലെ മുതൽ ജോലി ചെയ്തവർക്കും അവസാന മണിക്കൂറിൽ മാത്രം വന്നവർക്കും അദ്ദേഹം ഒരേ കൂലി നൽകുന്നു. ഇത് കണ്ട് രാവിലെ വന്നവർ വീട്ടുടമസ്ഥനോട് പരാതി പറയുന്നു. എന്നാൽ അയാൾ, നിങ്ങളുമായി ഞാൻ ഒരു നിശ്ചിത തുകക്ക് കരാറുണ്ടാക്കിയില്ലേ? എന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ എനിക്ക് അവകാശമില്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഒടുവിൽ വന്നവർ ഒന്നാമത് വന്നവർ ഒടുവിലുമായി തീരും എന്ന് പറഞ്ഞാണ് യേശു ഈ ഉപമ അവസാനിപ്പിക്കുന്നത്. ഈ ഉപമ ദൈവത്തിന്റെ നീതിയെയും മനുഷ്യന്റെ നീതിയെയും താരതമ്യം ചെയ്യുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ ഇത് അനീതിയായി തോന്നിയേക്കാം. എന്നാൽ ദൈവത്തിന്റെ നീതി അവന്റെ അളവില്ലാത്ത കരുണയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദൈവരാജ്യത്തിൽ ആദ്യമായി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരും അവസാന നിമിഷത്തിൽ മാനസാന്തരപ്പെടുന്നവരും തുല്യരാണ്. ദൈവം എല്ലാവർക്കും തുല്യമായ കൃപയും രക്ഷയും നൽകുന്നു. നാം എത്രമാത്രം പ്രയത്നിച്ചു എന്നതിലല്ല, മറിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിലാണ് നമ്മുടെ രക്ഷ ആശ്രയിക്കുന്നത്. ഈ ഉപമ അഹങ്കാരമില്ലാതെ ദൈവത്തിന്റെ കൃപയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു.